എല്ലാവർക്കും ഇന്നർലൈറ്റ് ചാനലിന്റെ നവരാത്രി ആശംസകൾ. അതോടൊപ്പം പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. വീണ്ടും ഒരു നവരാത്രി കാലം കൂടി വരവായി. ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 12 വരെയാണ് ഈ വർഷത്തെ നവരാത്രി ഉത്സവം. ആദി പരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളിലായി ആരാധിക്കുന്ന പുണ്യകാലമാണിത്. ദേവി പ്രീതിയിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നതാണ് നവരാത്രി വ്രതം. പുരാണങ്ങൾ പ്രകാരം സീതാദേവിയെ വീണ്ടെടുക്കുന്നതിനായി ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പായി ശ്രീരാമചന്ദ്രദേവനാണ് ആദ്യമായി നവരാത്രി വ്രതം എടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. ശരിയായ രീതിയിൽ നവരാത്രി വ്രതമെടുത്താൽ ദുരിതശാന്തിയും സർവകാര്യ വിജയവുമാണ് ഫലമായി പറയപ്പെടുന്നത്. കൂടാതെ വ്രതമെടുത്ത ആൾക്ക് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്കും അടുത്ത 1 വർഷം കാലയളവിലേക്ക് കാര്യമായ ദുരിതങ്ങളോ അപകടങ്ങളോ ഉണ്ടാവാറില്ല എന്നതും അനുഭവമാണ്. ക്ഷേത്രങ്ങളിലെ നവരാത്രി ആഘോഷങ്ങൾക്കൊപ്പം തന്നെ അവനവന്റെ കഴിവിനനുസരിച്ച് സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ദേവിയെ ഉപാസിക്കുകയും ആരാധിക്കുകയും വ്രതമെടുക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ഈ 9 ദേവീ ഭാവങ്ങളെ 9 ദിവസങ്ങളിലായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വ്രതമെടുത്തുകൊണ്ട് ലളിതമായും ചിലവ് കുറഞ്ഞതുമായ രീതിയിൽ ആരാധിക്കാനുള്ള മാർഗങ്ങളാണ് ഇനി പറയുന്നത്. ഏതൊരാൾക്കും സ്വന്തം വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇനി പറയുന്ന മാർഗങ്ങൾ. മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കാനുള്ള വ്രത കാലയളവാണ് നവരാത്രി കാലം. ഈ 9 ദിവസങ്ങളിലും സൂര്യോദയത്തിനു മുൻപ് എഴുന്നേറ്റ് കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീനാമങ്ങൾ ചൊല്ലുക. പ്രത്യേകിച്ച് ലളിത സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. കഴിയുമെങ്കിൽ അരിഭക്ഷണം ഒരു നേരമായി ചുരുക്കുക. വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഭക്ഷണത്തിൽ മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും കൂടി ശുദ്ധി ആവശ്യമാണ്. 9 ദിവസങ്ങളിൽ അടുപ്പിച്ച് ദേവീക്ഷേത്രങ്ങളിൽ കുളിച്ചു തൊഴുന്നതും ഉത്തമമാണ്. ദേവി പ്രീതിയിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും നവരാത്രി വ്രതം കാരണമാകും. ഈ 9 ദിവസങ്ങളിലായി ആരാധിക്കേണ്ട ദേവിയുടെ 9 ഭാവങ്ങൾ ഏതൊക്കെയാണെന്നും എന്തൊക്കെ നിവേദ്യങ്ങളാണ് നൽകേണ്ടതെന്നും എന്താണ് അവയുടെ ഫലങ്ങൾ എന്നും നമുക്കൊന്ന് നോക്കാം. നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രി ദേവിയെയാണ് ആരാധിക്കേണ്ടത്. പർവ്വതങ്ങളുടെ മകൾ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഈ ദേവി ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ത്രിമൂർത്തികളുടെയും ശക്തി ഒന്നു ചേർന്ന ദേവീഭാവമായിട്ടാണ് കരുതുന്നത്. ആദ്യ ദിനം ശൈലപുത്രി ദേവിക്ക് ശുദ്ധമായ നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ രോഗങ്ങളകന്ന് ആരോഗ്യമുള്ള ജീവിതമാണ് ഫലം. നവരാത്രിയുടെ 2ാം ദിനം പൂജിക്കേണ്ടത് ബ്രഹ്മചാരിണി ദേവിയെയാണ്. ദേവിയെ പ്രീതിപ്പെടുത്താൻ നിവേദ്യമായി പഞ്ചസാരയാണ് സമർപ്പിക്കേണ്ടത്. ഈ ദേവി തന്റെ ഭക്തന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുന്നു. നവരാത്രിയുടെ 3ാം ദിവസം ചന്ദ്രഘണ്ഠ ദേവിയെയാണ് ആരാധിക്കേണ്ടത്. പായസമാണ് ദേവിയുടെ ഇഷ്ടപ്പെട്ട നിവേദ്യം. കടുവയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ദേവി മനപ്രയാസത്തിന് കാരണമാകുന്ന പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും നശിപ്പിച്ച് ജീവിതത്തിൽ സന്തോഷം നൽകും. നവരാത്രിയുടെ 4ാം ദിവസം കുഷ്മാണ്ഡ ദേവിയെയാണ് ആരാധിക്കേണ്ടത്. പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായത് ഈ ദേവിയാണ് എന്നാണ് വിശ്വാസം. ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കേണ്ടത് മാൽപൂവ അഥവാ ബാർലി കൊണ്ടുള്ള മധുരമുള്ള വിഭവമാണ്. ബുദ്ധിയും അറിവും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുമാണ് ഫലം. 5ാം ദിവസം ആരാധിക്കേണ്ടത് സ്കന്ദമാതാ ദേവിയെയാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ മടിയിലിരുത്തിയിരിക്കുന്ന ദേവിക്ക് നിവേദ്യമായി വാഴപ്പഴമാണ് സമർപ്പിക്കേണ്ടത്. ദേവി ഭക്തർക്ക് നൽകുന്നത് ധൈര്യവും പ്രവൃത്തി ചെയ്യാനുള്ള ഊർജവുമാണ്. നവരാത്രിയുടെ 6ാം ദിവസം കാത്യായനി ദേവിയെയാണ് ആരാധിക്കേണ്ടത്. കയ്യിലൊരു വാൾ പിടിച്ച രൂപത്തിലുള്ള ദേവി യുദ്ധദേവതയാണ്. കാത്യായനി ദേവിയെ പ്രീതിപ്പെടുത്താൻ തേനാണ് നിവേദ്യമായി സമർപ്പിക്കേണ്ടത്. ദേവി ഭക്തർക്ക് ശക്തിയും വേണ്ട സമയത്ത് വേണ്ടത് തോന്നിക്കാനുള്ള ബുദ്ധിയും നൽകും. 7ാം ദിവസം ആരാധിക്കേണ്ടത് കാളരാത്രി ദേവിയെയാണ്. പ്രപഞ്ചം മുഴുവൻ കാളരാത്രി ദേവിയുടെ ഉള്ളിലാണ് എന്നാണ് സങ്കല്പം. ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കേണ്ടത് ശർക്കരയാണ്. ദേവി ഭക്തരുടെ ജീവിതത്തിലെ വേദനകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറ്റി സന്തോഷവും മനസമാധാനവും നൽകും. നവരാത്രിയുടെ 8ാം ദിവസം മഹാഗൗരി ദേവിയെയാണ് ആരാധിക്കേണ്ടത്.
ദേവിക്ക് നിവേദ്യമായി നാളികേരമോ നാളികേരം കൊണ്ടുള്ള വിഭവങ്ങളോ ആണ് നൽകേണ്ടത്. ദേവി ഭക്തർക്ക് വശ്യത, സൗന്ദര്യം, ആകർഷണത്വം എന്നിവയെല്ലാം നൽകുന്നു. നവരാത്രി ഉത്സവത്തിന്റെ 9ാം ദിവസമാണ് സിദ്ധിദാത്രി ദേവിയെ ആരാധിക്കേണ്ടത്. ശിവന്റെ ഭാര്യയായ പാർവതി ദേവി തന്നെയാണ് സിദ്ധിദാത്രി ദേവി. ശിവന്റെയും പാർവതിയുടെയും അർദ്ധനാരീശ്വര രൂപമായും സിദ്ധിദാത്രി ദേവിയെ കണക്കാക്കുന്നു. ശിവന്റെ ശരീരത്തിന്റെ ഒരു വശം സിദ്ധിദാത്രി ദേവിയാണെന്നാണ് വിശ്വാസം. പുരാണങ്ങൾ അനുസരിച്ച് ഈ സിദ്ധിദാത്രി ദേവിയെ ആരാധിച്ചാണ് ശിവഭഗവാൻ എല്ലാ സിദ്ധികളും നേടിയത് എന്ന് പറയപ്പെടുന്നു. ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കേണ്ടത് എള്ളാണ്. പൂർണ്ണതയാണ് ദേവി നൽകുന്ന അനുഗ്രഹം. പ്രകൃതി വിരുദ്ധവും പ്രപഞ്ച നിയമങ്ങൾക്കെതിരുമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ജീവനെ തടയുന്ന ശക്തിയാണ് സിദ്ധിദാത്രി ദേവി. ഇപ്രകാരം 9 ദിവസങ്ങളിൽ ദേവിയെ വീട്ടിൽ വെച്ച് തന്നെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആരാധിക്കുകയും വ്രതമെടുക്കുകയും ചെയ്താൽ സർവകാര്യ വിജയമാണ് ഫലം. ഈ വരുന്ന നവരാത്രി കാലത്ത് ദേവി ഉപാസന ചെയ്യാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.